Hello everyone, welcome to Economics Easy Learning channel. So, today also നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2020 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. 2020 സെറ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്നും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു വിത്ത് ദ ആൻസേഴ്സ് ആൻഡ് വിത്ത് ദി എക്സ്പ്ലനേഷൻസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. പബ്ലിക് ഗുഡ്സ് ആർ that they are non-rival in consumption, 2 they are non-exclusive, 3 leads to free rider problem. സോ പബ്ലിക് ഗുഡ്സ് എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ പബ്ലിക് ഗുഡ്സിൽ ഇപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. സോ നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എ ദാറ്റ് ഈസ് 1, 2, 3 are correct, B 1 and 2 are correct, C 1 and 3 are correct, and D 2 and 3 are correct. അപ്പോൾ public goods are the first one ആണ് the answer A is 1, 2 and 3 are correct. So public goods are they are non-rival in consumption ആണ് and they are non-exclusive and they leads to a free rider problem. So 1, 2 and 3 are correct. A ആണ് the right answer. അപ്പോൾ നമുക്ക് in detail നോക്കാം. Public goods എന്താണ്? What is public goods? Yes, public goods are commodities or services that benefit all members of the society. അതായത് സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും ഒരേപോലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ് പബ്ലിക് ഗുഡ്സ്. ഓക്കെ, ഓൾ കമ്മോഡിറ്റീസ് ഓർ സർവീസസ് ദാറ്റ് ബെനിഫിറ്റ് ടു all members of society. They are non-excludable and non-rivalrous. ഓക്കെ, അത് നോൺ എക്സ്ക്ലൂഡബിളും ആണ്, അതുപോലെ തന്നെ നോൺ റൈവലും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നോൺ റൈവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, നോൺ റൈവൽ, യെസ്, നോൺ റൈവൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നോൺ റൈവൽ ആർ ദോസ് പബ്ലിക് ഗുഡ്സ് ദാറ്റ് ആർ കൺസ്യൂംഡ് ബൈ ദ പീപ്പിൾ ബട്ട് ഹൂസ് സപ്ലൈ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ പീപ്പിൾസ് കൺസംഷൻ. അപ്പോൾ നോൺ റൈവൽ ഗുഡ്സിൻ്റെ കൺസംഷൻ അത് പീപ്പിൾ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സാണ്. അതിൻ്റെ സപ്ലൈ ഇപ്പോൾ നോൺ റൈവൽ ഗുഡ്സ് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സപ്ലൈ ഒന്നും മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ളതാണ്. ഓക്കെ, സോ നോൺ റൈവൽ ആർ ദോസ് പബ്ലിക് ഗുഡ്സ് ദേ ആർ കൺസ്യൂം ബൈ ദ പീപ്പിൾ വാങ്ങുന്ന ഗുഡ്സിൻ്റെ ഹൂസ് സപ്ലൈ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ അതർ പീപ്പിൾസ് കൺസംഷൻ. മറ്റുള്ളവരുടെ കൺസംഷനെയോ സപ്ലൈയുടെയോ ഒന്നും ഇത് അഫക്റ്റ് ചെയ്യാത്തതാണ്. ഓക്കെ, പിന്നെ നോൺ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, നോൺ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു എ പേഴ്സൺ, എ ഗ്രൂപ്പ് ഓർ ആൻ ഏരിയ. അതായത് ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്തത്, ഒരു പേഴ്സണിനെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയോ ഒരു ഏരിയയിലോ ഒന്നും റെസ്ട്രിക്ഷൻ ഇല്ലാത്തതാണ് നോൺ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പബ്ലിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ, യെസ്, സി they are non-rival in consumption, they are non-exclusive, they leads to free rider problem. 1, 2 and 3 are correct. Okay, so public goods എന്താണെന്ന് പഠിച്ചല്ലോ. യെസ്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, so the next question is money that has no intrinsic value is called money that has no intrinsic value ഇല്ലാത്തത് is called A commodity money, B gold standard, C fiat money, D none of this. So money that has no intrinsic value is called fiat money. Okay, fiat money കേട്ടോ, അതായത് ഇൻട്രൻസിക് വാല്യൂ ഇല്ലാത്തതാണ് ഫിയറ്റ് മണി എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടായിരിക്കാം? ഫിയറ്റ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതോറിറ്റി ഡിറ്റർമിൻ ചെയ്യുക, ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു അതോറിറ്റി ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള മണിയാണ്. ഓക്കെ, ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഒരു കറൻസിയാണ്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂറോ അല്ലെങ്കിൽ US ഡോളേഴ്സ് അപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെയുള്ള ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു കറൻസിയാണ്. സോ ഫിയറ്റ് മണി ഈസ് എ ഗവൺമെൻറ് ഇഷ്യൂഡ് കറൻസി ദാറ്റ് ഇസ് നോട്ട് ബാക്ക്ഡ് ബൈ ദ കമ്മോഡിറ്റീസ് സച്ച് ആസ് ഗോൾഡ്. അപ്പോൾ ഇതൊരു ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു കറൻസിയാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ സർട്ടൻ അതോറിറ്റി. അവിടുത്തെ അതോറിറ്റി ആയിരിക്കും ഈ ഒരു കറൻസി ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ യൂറോ US ഡോളർ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഇൻട്രൻസിക് വാല്യൂ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മണി ദാറ്റ് ഹാസ് നോ ഒരു വാല്യൂ, ഒരു ഇൻട്രൻസിക് വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ, ഇൻട്രൻസിക് വാല്യൂ ഇസ് വിൽ നോട്ട് ബി ദെയർ ഈസ് കോൾഡ് ഫിയറ്റ് മണി. ഓക്കെ, സോ the next question is
The misery index measures misery index എന്താണെന്നുള്ളതാണ്. Misery index measures first one the political effect of unemployment and inflation. Two, it is a sum of unemployment and inflation. Okay, so A 1 and 2 are correct, B 1 only is correct, C 2 only is correct, D 1 and 2 are incorrect. അപ്പോൾ misery index എന്ന് പറയുമ്പോൾ both 1 and 2 are correct. A is the right answer. The political effect of unemployment and inflation, and it is a sum of unemployment and inflation. ഓക്കെ, ഇത് രണ്ടും കറക്റ്റ് ആണെന്നാണ്. ദ ആൻസർ എ ഈസ് കറക്റ്റ്. അപ്പോൾ മിസറി ഇൻഡെക്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. Misery index is an informal measure of the state of an economy generated by adding together the rate of inflation and rate of unemployment. Misery index എന്ന് പറയുമ്പോൾ യെസ് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു മെഷറാണ് ഇക്കോണമി. അത് എങ്ങനെയാണ് ഇൻഫോർമലി മെഷർ ചെയ്യുക എന്ന് പറയുന്നത്? യെസ്, ആഡിങ് ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ദി റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ആഡിങ് ടുഗെദർ ഇക്കോണമിയിൽ നിന്നും വരുന്ന ഇക്കോണമിയിൽ നിന്നും എടുക്കുന്ന ആ ഒരു ഇൻഫ്ലേഷൻ, പ്രൈസ് റൈസ്, ഇൻഫ്ലേഷൻ എത്രത്തോളമാണ്, അതിനോടൊപ്പം റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എത്രത്തോളമാണ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതിനാണ് ദിസ് മിസറി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ഒരു ഇൻഫോർമൽ മെഷർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? സോ മിസറി ഇൻഡെക്സ് ഈസ് ആൻ ഇൻഫോർമൽ മെഷർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ആൻ ഇക്കോണമി ജനറേറ്റഡ് ബൈ ആഡിങ് ടുഗെദർ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ദി റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, സോ എ ആണ് ദ റൈറ്റ് ആൻസർ. 1 and 2 ആർ കറക്റ്റ്. ഓക്കെ, the next question is an open market purchase of bonds. Open market purchase of bonds, shift LM curve to the left, shift LM curve to the right, LM curve remains unaffected, none of this. So open market purchase of bond illa see ഒരു ഗ്രാഫ് ഇവിടെ വരച്ചിട്ടുണ്ട്. You can see, right? Yes, ISLM curve. So ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഓഫ് ബോണ്ട്സിൽ ഇറ്റ് ഷിഫ്റ്റ് LM കർവ് ടു ദ റൈറ്റ്. LM കർവ് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ബിക്കോസ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ, ബിക്കോസ് ഹയർ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റെഡ്യൂസസ് ദ ഡിമാൻഡ് ഫോർ മണി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ മണി ഡിമാൻഡ് കുറയും. ഓക്കെ, അതുകൊണ്ട് ദ LM കർവ് വിൽ ഷിഫ്റ്റ് ഫ്രം LM ടു LM1. ഓക്കെ, സോ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഓഫ് ബോണ്ട്സിൽ LM കർവ് shift to the right. B ആണ് the right answer. Okay, so the next question is the proponent behind infant industry argument is the proponent behind infant industry argument. Infant industry argument is A. Samuelson, B. Jacob Winner, C. Alexander Hamilton, D. Amartya Sen. So C. Alexander Hamilton ആണ് the right answer. Infant industry argument Alexander Hamilton. C is the right answer. അപ്പോൾ നമുക്ക് ഇൻഫൻറ്റ് ഇൻഡസ്ട്രി ആർഗ്യുമെൻ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്തായിരിക്കും ഇൻഫൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇറ്റ്സ് സ്മോൾ അല്ലേ. ഇൻഫൻറ്റ് ഇൻഡസ്ട്രി ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ ന്യൂ ഇൻഡസ്ട്രീസ് വരുമ്പോൾ വെൻ ന്യൂ ഇൻഡസ്ട്രീസ് അറൈസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ദേ നീഡ് പ്രൊട്ടക്ഷൻ അല്ലേ. ആ ന്യൂ ഇൻഡസ്ട്രീസിനൊരു പ്രൊട്ടക്ഷൻ വേണം. എന്തിനു വേണ്ടിയാണ്? അവർക്ക് ആ കോമ്പറ്റീറ്റീവ്, ബിക്കോസ് അവിടെ വേറെ അതർ ഇൻഡസ്ട്രീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ പിടിച്ചൊക്കെ നിൽക്കുന്നതിന് ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും അത്യാവശ്യമാണ്. അൺടിൽ ദേ ഗെറ്റ് മെച്യൂർ ആൻഡ് ഡെവലപ്ഡ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. ഓക്കെ, അതായത് അവർ ഒരു മെച്യൂരിറ്റി വന്നിട്ട് ഒരു മെച്യൂർഡായി മറ്റുള്ള ഇൻഡസ്ട്രീസിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു പ്രാപ്തമായതിനു ശേഷം അതുവരെ ഒരു പ്രൊട്ടക്ഷൻ ന്യൂ ആയിട്ട് വരുന്ന ഇൻഡസ്ട്രീസിന് ആവശ്യമാണ്. അതിനെയാണ് ഇൻഫൻറ്റ് ഇൻഡസ്ട്രി ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫൻറ്റ് ഇൻഡസ്ട്രി ആർഗ്യുമെൻറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ന്യൂ ഇൻഡസ്ട്രീസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് നീഡ് പ്രൊട്ടക്ഷൻ against competitive pressure until they mature and develop economies of scale that can rival their competitors. Okay,
ന്യൂ ഇൻഡസ്ട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിൽ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു പ്രൊട്ടക്ഷൻ വേണം. ഓക്കെ, എഗെയിൻസ്റ്റ് ദ കോമ്പറ്റേറ്റീവ് പ്രഷർ, കോമ്പറ്റീഷനിൽ നിന്നും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ. അവരൊരു മെച്യൂർഡായി ഒരു ഡെവലപ്പ് ദെയർ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ, എല്ലാ രീതിയിലും അവർ ഡെവലപ്പായി കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റും. അതുവരെയുള്ള പ്രൊട്ടക്ഷൻ വേണം. അതിനെയാണ് ഇൻഫൻറ്റ് ഇൻഡസ്ട്രി ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊപ്പൗണ്ടഡ് ബൈ അലക്സാണ്ടർ ഹാമിൽട്ടൺ. ഓക്കെ, സി ആണ് ദ റൈറ്റ് ആൻസർ. So the next question is, dash is also known as negative taxes. Dash is also known as negative taxes, transfer payments, regressive taxes, proportional taxes, progressive taxes. So A, transfer payments ആണ് correct answer. Transfer payments is also known as negative taxes. Okay, അപ്പോൾ ഈ നെഗറ്റീവ് ഇൻകം ടാക്സ് എന്താണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. This negative income tax refers to the transfer payments given to the families whose reported household income fall below a predetermined amount and qualifies them for a supplemental payment from the government. അതായത് നെഗറ്റീവ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആണ്. ഗിവൺ ടു എങ്ങനത്തെ ഫാമിലീസിനാണ് കൊടുക്കുന്നത്? അതായത് ഒരു എമൗണ്ടിലും കുറവ് ഇൻകം ഉള്ള ഫാമിലീസ് ഉണ്ടാവുമല്ലോ. ഹൗസ് ഹോൾഡ്സ് ഇൻകം ഫോൾ ബിലോ ആ പ്രീഡിറ്റർമിൻഡ് എമൗണ്ട്. അവർ ഗവൺമെൻറ് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു എമൗണ്ടിലും താഴെയായിട്ട് ഇൻകം കിട്ടുന്ന പുവറായിട്ടുള്ള ഫാമിലീസ് ഉണ്ടാവും. അപ്പോൾ അവരിൽ നിന്നും ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കാണ് ഈ ഒരു സപ്ലിമെൻറ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഗവൺമെൻറ്റിൽ നിന്നും ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന രൂപത്തിൽ അവർക്കാണിത് കൊടുക്കുന്നത്. ഓക്കെ, so negative income tax refers to a transfer payment given to families whose reported households fall below a predetermined amount. ചില ഫാമിലീസിൻ്റെ ഇൻകം വളരെ കുറവായിരിക്കും. അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് അത് നോക്കിയിട്ട് ദേ ക്വാളിഫൈഡ് ദം ഫോർ ദി സപ്ലിമെൻ്റൽ പേയ്മെൻറ്റ് ഫ്രം ദി ഗവൺമെൻറ്. ഈ ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും. സോ ദാറ്റ് ഈസ് നോൺ ആസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. സോ ഡാഷ് ഇസ് ഓൾസോ നോൺ ആസ് നെഗറ്റീവ് ടാക്സസ്. A, transfer payment is also known as negative taxes. Okay, മനസ്സിലായല്ലോ അല്ലേ? ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഇസ് ഓൾസോ നോൺ ആസ് നെഗറ്റീവ് ടാക്സസ്. എ ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ വിത്ത് യു അല്ലേ? ഓക്കെ ദെൻ, സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് യൂസ്ഫുൾ. ഇത്രയും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് തരാം. താങ്ക് യു.